Debate with Dr. Arun Kumar. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. പ്രതികളെ CPM ഭയക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. തടവറകൾ തിരുത്തൽ കേന്ദ്രങ്ങളല്ലേ എന്ന് P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പരോളിലിറങ്ങിയ കാലത്ത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു തട്ടിക്കൊണ്ടുപോകലിലും കൊടിസുനി പ്രതിയായി. ജയിലിലും ഒന്നിലേറെ തവണ പ്രശ്നങ്ങളുണ്ടാക്കി. ചട്ടപ്രകാരം അനുവദിച്ചുവെന്ന് ജയിലധികൃതർ. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമെന്ന് വിശദീകരണം. അസാധാരണ സംഭവമെന്ന് KK രമ. വഴിവിട്ട് വഴി തുറന്നോ എന്നാണ് ചോദ്യം. അതിഥികളായി നമുക്കൊപ്പം ഇടതു നിരീക്ഷകൻ റജി ലൂക്കോസും PK നവാസ്, UDF പ്രതിനിധിയും ലീഗ് പ്രതിനിധിയും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം PK നവാസിലേക്ക്. PK നവാസ്, ജയിൽ മാനുവൽ അനുസരിച്ച് 14 വർഷമോ അതിന് കൂടുതലോ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ 1 വർഷം 21 ദിവസം എന്ന നിലയിൽ പരോൾ അനുവദിക്കാമെന്നതാണ് ചട്ടം. നിലവിൽ കൊടിസുനി മറ്റേതെങ്കിലും കുറ്റം ചെയ്തതായി കേസ് മാത്രമേ ഉള്ളൂ, ശിക്ഷാവിധിയില്ല. കുറ്റക്കാരനല്ല, ഈ കേസിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പരോൾ അനുവദിക്കുന്നതിന് നിയമപരമായി എന്ത് തടസ്സമാണുള്ളത്? PK നവാസ്. ആദ്യം ശ്രീ അരുൺകുമാർ, TP വധക്കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരളം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പറയേണ്ടത് TP വധക്കേസിലെ പ്രതികൾ ഒരു പ്രിവിലേജ്ഡ് പ്രിസൺസ് ആണ് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതിന് കാരണവും നമുക്കറിയാം. കേരളത്തിലെ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്ന് പ്രതിപക്ഷം നിരന്തരമായി ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന ഒരു കേസിലെ പ്രതിയാണ്. നമുക്കറിയാം 75-ാം വാർഷികം, പിന്നെ രാജ്യത്തിൻ്റെ 75-ാം സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സമയത്ത് 56 പേരുടെ ലിസ്റ്റ് പുറത്തു വന്നു. അതിൽ 4 പേർ ഇത്തരത്തിലുള്ള ഈ ക്രിമിനൽ കേസ് സംഘത്തിലെ ആളുകളായിരുന്നു. അതിന് പേരിൽ വലിയ ചർച്ചയുണ്ടായി. നിങ്ങളൊക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ലിസ്റ്റ് തന്നെ മരവിപ്പിച്ചു. ഈ 4 പേരാണല്ലോ പ്രശ്നം, ബാക്കി 52 പേരെ വിട്ടയക്കണം. അപ്പോൾ 52 പേരെ വിട്ടയക്കുക പോലും ചെയ്യാതെ ലിസ്റ്റ് പോലും മരവിപ്പിക്കപ്പെടേണ്ടി വന്നു. എന്ന് വെച്ചാൽ നിരന്തരമായി ഇപ്പോൾ ഷാഫി, കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വടകര ചെന്നപ്പോൾ ഷാഫി അവിടെയുണ്ട്. ഈ കേസിൽ ഇതുപോലെ ഈ ക്രിമിനൽ സംഘത്തിലെ അംഗങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ TP വധക്കേസിലെ ക്രിമിനൽ സംഘത്തിലെ അംഗങ്ങളെന്ന് പറയുന്നവർ നിരന്തരമായി സർക്കാരിൻ്റെ സഹായങ്ങൾ ലഭ്യമാകുന്ന, ഈ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സഹായങ്ങൾ ലഭ്യമാകുന്ന ആളുകളാണ്. ജയിലിനകത്ത് നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ജയിലിനകത്ത് നിന്ന് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു, ജയിലിനകത്ത് നിന്നുകൊണ്ട് ഗോൾഡ് സ്മഗ്ലിങ്ങിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന പ്രിവിലേജ്ഡ് പ്രിസൺസായി ഇവർ മാറുകയാണ്. നമുക്കറിയാലോ, ഇപ്പോൾ ഏറ്റവും അവസാനം ഇദ്ദേഹത്തെ 2023 നവംബർ മാസത്തിൽ മലപ്പുറം ജില്ലയിലെ തവനൂർ ജയിലിലേക്ക് മാറ്റി. എന്താ കാരണം? ജയിലിനകത്തുള്ള ജയിലിലെ ഉദ്യോഗസ്ഥന്മാരെ മർദ്ദിക്കുന്ന ഒരു പ്രതി. ആ പ്രതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് നിങ്ങൾ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ ഏതെങ്കിലും സാധ്യത ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒരു പ്രതിക്ക് കിട്ടേണ്ട ഏതെങ്കിലും അവകാശമുണ്ടെങ്കിൽ അത് കിട്ടരുതെന്നൊരു അഭിപ്രായവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് കേരള 6 വർഷമായിട്ട് ഒരിക്കൽ പോലും പരോൾ അനുവദിച്ചിട്ടില്ല. ആകെ 2018 അദ്ദേഹത്തിന് കസ്റ്റഡിയിലിരിക്കുന്ന സമയത്ത്, ശിക്ഷിക്കപ്പെടുന്നതിന് മുൻപ് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ആ സമയത്താണ് വയനാട് സ്വദേശിയെ തട്ടിക്കൊണ്ടു പോകുന്നതടക്കമുള്ള കാര്യങ്ങളുടെ പേരിൽ ഈ കൊടിസുനിക്കെതിരെ കേസുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ് PK നവാസ്. ഇന്ന് കൊടിസുനിയുടെ അമ്മ ചോദിക്കുന്നു, ഏത് കൊടും കുറ്റവാളിക്കും നിലവിൽ കണ്ടീഷനോടുകൂടി പരോൾ അനുവദിക്കുന്ന ഇക്കാലത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതെ 14 വർഷത്തിലധികം ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് നിയമാനുസൃതം ലഭിക്കേണ്ട പരോൾ ഓരോ വർഷവും അപേക്ഷിക്കുമ്പോൾ നിരസിക്കപ്പെടുന്നു. അങ്ങനെ 6 വർഷമായി എൻ്റെ മകന് പരോൾ കിട്ടിയിട്ടില്ല എന്നാണ് കൊടിസുനിയുടെ അമ്മ പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഇതിൽ എന്തെങ്കിലും മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ജയിൽ സൂപ്രണ്ടാണ് ഇക്കാര്യത്തിൽ അന്തിമാധികാരം നൽകേണ്ടത്. ആ അന്തിമ അനുമതി നൽകുന്നു. അതിലെവിടെയാണ് തെറ്റ്? ഒരു കുറ്റവാളി ജയിലിൽ കഴിയുമ്പോൾ അയാൾക്ക് പരോൾ അനുവദിക്കാൻ പാടില്ല എന്ന നിലപാട് കോൺഗ്രസിനോ UDFനോ ഉണ്ടോ PK നവാസ്? ഈ പരോളുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയാണ്, എങ്ങനത്തെ ആളുകൾക്ക് പരോൾ കൊടുക്കാം എന്നതിനെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? അത് കേരള പ്രിസൺ റൂളിനകത്താണല്ലോ. അതിലെ സെക്ഷൻ 78 ഉണ്ട്. 78-ൽ എന്താ പറയുന്നത്? വെൽ ബിഹേവ്ഡ് ആയിരിക്കണം അങ്ങനത്തെ ആളുകൾ. ആണോ അരുൺകുമാർ? ഇയാൾ വെൽ ബിഹേവ്ഡ് ആണോ? ഇയാളുടെ ചാർട്ട്, ഇയാളുടെ മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അങ്ങനെയല്ല. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നത് ഈ അമ്മക്ക് മകനെ കാണാനുള്ള അവകാശമുണ്ട്, അമ്മയുടെ ആ വികാരത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു. ആരാണ് പരോൾ കൊടുക്കേണ്ടത്? ഒന്നെങ്കിൽ സർക്കാർ, അല്ലെങ്കിൽ കോടതി. സർക്കാർ അനുവദിച്ചോ? ഇല്ല. സർക്കാർ എന്ത് പറഞ്ഞു? സർക്കാരിന് പരോൾ കൊടുക്കാൻ കഴിയാത്ത വിധം നിരന്തരമായി ജയിലിനകത്തും പുറത്തും പ്രശ്നമുണ്ടാക്കുന്ന ഒരാളെന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെയുള്ള നിരന്തരമായി അദ്ദേഹത്തിൻ്റെ പോലീസ് റിപ്പോർട്ട് എതിരായതുകൊണ്ട് വെൽ ബിഹേവ്ഡ് അല്ല, സെക്ഷൻ 78 പ്രകാരം കൊടുക്കാൻ വേണ്ടി കഴിയില്ല, അതുകൊണ്ട് കൊടുത്തില്ല. എന്നാൽ ആരെയാണ് സമീപിക്കേണ്ടത്? ഈ അമ്മ സമീപിക്കേണ്ടത് കോടതിയാണ്.
പക്ഷെ അമ്മ ആരെയാ സമീപിച്ചത്? മനുഷ്യാവകാശ കമ്മീഷനെയാണ്. മനുഷ്യാവകാശ കമ്മീഷന് പരോളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുമോ? കഴിയില്ല. സ്വാഭാവികം അവർക്ക് എന്തു ചെയ്യാം? ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ പരാതി അത് പരിഗണനാ വിഷയമായി അർഹതയുള്ളതാണോ അല്ലയോ എന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞ് സ്വാഭാവികമായി അത് ഫോർവേഡ് ചെയ്യാം. അത് ഫോർവേഡ് ചെയ്താൽ എന്തു ചെയ്യണം? അത് പരിശോധിക്കപ്പെടണം. അങ്ങനെ പരിശോധിക്കപ്പെട്ടാൽ ഈ പോലീസ് റിപ്പോർട്ടിൽ വല്ല മാറ്റവും സംഭവിക്കില്ലല്ലോ. ഇങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾക്ക് അത് കൊടുക്കാൻ കഴിയില്ല എന്ന് സെക്ഷൻ 78 വളരെ കൃത്യമായി വെൽ ബിഹേവ്ഡ് ആയ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായി അവിടെ ഒരു ചോദ്യമുണ്ട്. പിന്നെ ഈ അമ്മയുടെ ആഗ്രഹം സാധിക്കപ്പെടണം, ഞങ്ങൾ അതിനെതിരല്ല, അമ്മക്ക് കൊടുക്കണം. അതിനും ഈ സെക്ഷനകത്ത് വകുപ്പുണ്ടല്ലോ, സെക്ഷൻ 79. ഇത്തരം സാഹചര്യങ്ങളിൽ എസ്കോർട്ട് വിസിറ്റ്, പോലീസിന്റെ സഹായത്തോടു കൂടി അമ്മയെ പോയി കാണാൻ ഇദ്ദേഹത്തിന് അവകാശമുണ്ട്. പോലീസിന്റെ ജയിൽ മാനുവലിൽ പറയുന്നത് പോലെ 19ാമത്തെ സെക്ഷൻ 8 പറയുന്നത് പ്രിസണേഴ്സ് സെന്റൻസ്ഡ് ടു ലൈഫ് ഫോർ ഇംപ്രിസൺമെന്റ് എക്സീഡിംഗ് 14 years 14 വർഷത്തിലധികം ശിക്ഷിക്കപ്പെട്ടവർക്ക് ഓൺ കംപ്ലീഷൻ ഓഫ് 3 years അവർ ഈ പറയുന്ന പരോളിന് അർഹരാണ്. അവിടെ കണ്ടീഷനായിട്ട് അവർക്കെതിരെ മറ്റേതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് പരോൾ അനുവദിക്കാം, ശിക്ഷിക്കപ്പെടാത്ത സാഹചര്യത്തിൽ. കേസുകളുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ ജയിൽ അധികൃതർക്ക് അക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാം. ഏതെങ്കിലും തരത്തിൽ 6 വർഷത്തിലധികം ഒരു കുറ്റവാളിക്ക് പരോൾ നൽകുന്നില്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുന്ന സാഹചര്യത്തിൽ ജയിലധികൃതർക്ക് മറുപടി നൽകേണ്ടി വരും. എന്തു മറുപടി അവർ നൽകുക? നിലവിൽ താങ്കൾ പറഞ്ഞതുപോലെ ഈ എമർജൻസി പരോളിൻ്റെ കണ്ടീഷനാണ് താങ്കൾ പറഞ്ഞത്, റെഗുലർ പരോളിൻ്റെ കണ്ടീഷൻ അല്ല. റെഗുലർ പരോളിൻ്റെ കണ്ടീഷൻ പറയേണ്ടത് ജയിലധികൃതരാണ്. ആ ജയിലധികൃതർ ഈ തവനൂർ ജയിലിലേക്ക് വന്നതിനു ശേഷം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടതായി തവനൂർ ജയിലിലെ സൂപ്രണ്ടിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ജയിലുപദേശക സമിതിയും അത് കണക്കിലെടുത്താണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പി ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പി കെ നവാസ്. അല്ല, പി ജയരാജനല്ലോ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ പോലും മർദ്ദിക്കുന്ന രൂപത്തിലേക്ക് കാണിച്ച അല്ല, ഞാൻ പറയാം, അതാണ് ഇതിൽ ഏറ്റവും രസകരമായ തമാശ എന്ന് പറയുന്നത്. ജയിലുപദേശക സമിതി അംഗമാകേണ്ടത് ജയരാജൻ തന്നെയാണ്. അത് കേരളത്തിൽ ജയിലിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കപ്പെടേണ്ട ആളുകൾ ജയിലിനകത്തുണ്ട്. അവരൊക്കെ CPM-കാരാണ്. അപ്പോൾ ഈ ഉപദേശ സമിതിയിൽ ജയരാജൻ വരണം. അതവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ വൈകാരികതയെക്കുറിച്ചാണ്, അമ്മക്ക് മകനെ കാണാനുള്ള വൈകാരികതയെക്കുറിച്ചാണ്. എന്താ നമ്മൾ ചർച്ച മറ്റൊരു വൈകാരികതയും നിലനിൽക്കില്ല. മനുഷ്യാവകാശ കമ്മീഷനെ ശ്രീ അരുൺകുമാർ, ഈ ചട്ടത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കപ്പെടുമ്പോൾ ഈ അമ്മ പറയുന്നത് എന്താണ്? എനിക്ക് എൻ്റെ മകനെ കാണണം എന്നതാണല്ലോ. ആ മകനെ കാണാൻ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വെൽ ബിഹേവിയർഡ് അല്ല എന്ന് കൃത്യമായ ബോധ്യം നമുക്കുണ്ട്. ഇനി എമർജൻസി ആണോ അല്ലയോ എന്നുള്ളതല്ല, ഇദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്ന അമ്മയെ കാണലാണെങ്കിൽ ഇനി ഏറ്റവും ചുരുങ്ങിയത് ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ വാദങ്ങളും അംഗീകരിച്ചാലും ഈ ഒരു പ്രതി കൊടുക്കാവുന്ന ഏറ്റവും കൂടുതൽ കൊടുക്കാവുന്ന സമയം എത്രയാണ്? 30 ദിവസം. ആ ദിവസം പൂർണ്ണമായി ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഇതൊരു പ്രിവിലേജ് ആയിട്ട് ശ്രീ അരുൺകുമാറിന് തോന്നുന്നില്ല എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ അർഹരാണെന്നിരിക്കെ 6 വർഷമായി ഒരു ദിവസം പോലും പരോൾ കിട്ടാത്തയാൾക്ക് കണക്കുപ്രകാരം ചട്ടപ്രകാരം കിട്ടേണ്ടത് 120 ദിവസത്തെ പരോളാണ്. ശ്രീ അരുൺകുമാർ, 6 വർഷമായി ഇത് കിട്ടാതിന്റെ കുറ്റക്കാരാരാണ്? ജയിൽ വകുപ്പാണോ? അവിടുത്തെ പോലീസുകാരാണോ? ഞാനോ നിങ്ങളോ ആണോ? ഇദ്ദേഹത്തിൻ്റെ ജയിലിനകത്തുള്ള പെരുമാറ്റങ്ങളല്ലേ? അതുകൊണ്ടല്ലേ വിയ്യൂരിൽ നിന്ന് അദ്ദേഹത്തെ ഈ പറയുന്ന തവനൂരിലേക്ക് മാറ്റേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ചെയ്തികളാണ് അദ്ദേഹത്തെ അങ്ങനെ അദ്ദേഹത്തെ അവിടെ എത്തിയത് നല്ല നടപ്പിനൊന്നും അല്ലല്ലോ. ഒരു മനുഷ്യനെ വെട്ടി നുറുക്കി കൊന്നതിൻ്റെ പേരിലല്ലേ അകത്ത് പോയി കിടക്കുന്നത്. അങ്ങനെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് വരാവുന്ന ഒരു പ്രവൃത്തിയാണോ അദ്ദേഹം ചെയ്തത്? ഇനി ജയിലിനകത്ത് എന്നാൽ പി ജയരാജൻ്റെ വാചകം കടമെടുത്ത് പറഞ്ഞാൽ ജയിൽ എന്ന് പറയുന്നത് ഒരു നന്നാവുന്നതിൻ്റെ കേന്ദ്രമാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണോ ഈ പറയുന്ന കൊടിസുവിയുടെ കാര്യത്തിൽ നമ്മുടെ മുൻപിലുള്ള അനുഭവം? ജയിലിനകത്തിരുന്നുകൊണ്ട് പുറത്ത് ഗുണ്ടാപ്പണി എടുത്തില്ലേ? ജയിലിനകത്തിരുന്നു കൊണ്ട് സ്വർണ്ണ പൊട്ടിക്കൽ പണി എടുത്തില്ലേ? ഫോൺ വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുന്ന റെക്കോർഡിംഗ് ഉൾപ്പെടെ പുറത്തു വന്നില്ലേ? ഇത്ര ജയിലിനകത്ത് പോലും സുഖലോലുപതയോട് കൂടി പുറത്തു നിൽക്കുന്ന ജയിലിന് പുറത്തുള്ള ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത വിധം ജയിലിനകത്തുള്ള ഒരു പ്രതി നിരന്തരമായി ഇടപെടുന്നത് മലയാളി അത്ഭുതത്തോടെ നോക്കി നിന്നില്ലേ? ഇനി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പരോൾ കൊടുത്തില്ല എന്ന് പറയുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല. അരുൺകുമാറിനോ മറ്റാർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുവെന്ന് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലായില്ല. ചട്ടമുണ്ടെങ്കിൽ ആ ചട്ടം പാലിക്കേണ്ടതല്ലേ ശ്രീ പി കെ നവാസ്? അല്ല, കുറ്റവാളികൾക്കും അവകാശമുണ്ടാകുമ്പോൾ എങ്ങനെയാവണം? അരുൺകുമാർ, എങ്ങനത്തെ കുറ്റവാളികളുടെ അവകാശത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്?
കുറ്റവാളികൾ എന്ന് പറഞ്ഞ് പ്രിസണേഴ്സ് എന്ന് പറഞ്ഞ് ജയിലിനകത്ത് നിൽക്കുന്നവർ അവർക്ക് എങ്ങനെയാണ് അതിനകത്ത് ജീവിക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നമ്മുടെ ജയിൽ നിയമത്തിനകത്ത് പറയുന്നുണ്ടല്ലോ. അത് നിരന്തരമായി ലംഘിക്കപ്പെടുന്ന ഒരാളുടെ അവകാശത്തെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കേണ്ടത്? എനിക്കൊരു അവകാശം ലഭിക്കണമെങ്കിൽ ഞാൻ സ്വാഭാവികമായി എനിക്ക് ലഭിക്കേണ്ട അവകാശത്തെക്കുറിച്ച് ബോധ്യമുള്ളതുപോലെ തന്നെ ഞാൻ അനുവർത്തിച്ചു വരേണ്ട മര്യാദയെക്കുറിച്ച് അല്ലെങ്കിൽ ആ നിയമത്തെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ടാകണം. ഒരു നിയമത്തെയും സംവിധാനത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന ഒരാൾക്ക് നിയമത്തിന്റെ അവകാശത്തെക്കുറിച്ച് മാത്രം ഞാൻ വലിയ ബോധവാനാകുന്നു എന്ന് പറയുന്നത് എന്ത് വാദമാണ്? ശരി, അങ്ങയുടെ വാദം ഇതാണ്. നിലവിൽ ജയിലിൽ ഒരു ഗുഡ് ബിഹേവിയർ കാണിക്കാത്ത, നല്ല നടപ്പ് നടക്കാത്ത കൊടി സുനിക്ക് പരോ അസാധാരണമാണ് എന്ന കെ രമയുടെ അതേ അഭിപ്രായമാണ് പി കെ നവാസും പങ്കുവയ്ക്കുന്നത്. ജി ലൂക്കോസ്, പി കെ നവാസ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കെ രമയും അത് തന്നെയാണ് ചോദിക്കുന്നത്. ഇത് ഒരു അസാധാരണമായിട്ടുള്ള പരോളല്ലേ? പ്രിവിലേജായി TP വധക്കേസിലെ പ്രതികൾ ഇപ്പോഴും നമ്മുടെ ചുറ്റും വിലസുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമല്ലേ? ജയിലിൽ പോലും നല്ല നടപ്പില്ലാത്ത കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത് എന്നതാണ് ചോദ്യം. പ്രതിപക്ഷ നേതാവും ഇത് തന്നെ ചോദിക്കുന്നു. CPM കൊടിസുനിയെ ഭയമായതുകൊണ്ടാണോ ഈ റിലീസ് ചെയ്ത കാലഘട്ടത്തിലും ജയിലിൽ കഴിയുമ്പോഴും നല്ല നടപ്പില്ലാത്ത കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്? റിജി ലൂക്കോസ്. പുതുവത്സരാശംസകള് ഡോക്ടർ അരുൺ. എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതിനകത്ത് വലിയ റിജി ലൂക്കോസ്, എനിക്ക് അങ്ങയുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല. അങ്ങ് മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഒന്ന് ശബ്ദം ഒന്ന്. അല്ല, ഞാൻ മ്യൂട്ട് അല്ലല്ലോ. കേൾക്കാം. പുതുവത്സരാശംസകൾ ഡോക്ടർ അരുൺ. ഇതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല. 6 വർഷം കൂടിയാണ് അയാൾക്ക് പരോൾ ലഭിക്കുന്നത്. സ്വന്തം അമ്മയെ കാണാനായിട്ട് അല്ലെങ്കിൽ അമ്മയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പരോൾ കൊടുത്തിരിക്കുകയാണ്. തന്നെയുമല്ല, മനുഷ്യാവകാശ കമ്മീഷൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയോട് ചെയ്തു. കൊടുക്കണ്ട എന്നുള്ളൊരു അഭിപ്രായം മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് കൊടിസുനിക്ക് ഒരു പരോൾ കൊടുക്കുന്നതിൽ വലിയ സാങ്കത്യക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയുമല്ല, നമ്മുടെ നിയമസംഹിത അത് പാലിക്കുന്നുണ്ട്. പിന്നെ നല്ല നടപ്പിനെ കുറിച്ച് തീരുമാനിക്കേണ്ടത് DGP അല്ലേ? ആ DGPക്ക് ബോധ്യമുണ്ടല്ലോ അദ്ദേഹത്തിന് അത് കൊടുത്തത്. ഞാനൊരു കാര്യം ബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺകുമാറോട് ചോദിക്കട്ടെ. ഈ നിഖിൽ പൈലി ആരാ? നിഖിൽ പൈലി ജാമ്യത്തിലായിരിക്കും നിങ്ങൾ പറയുന്ന വാദം അനുസരിച്ചാണ്. നിഖിൽ പൈലി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ മാതൃത്വത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും കരഞ്ഞ ഒരു സംഭവമാണ്. ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായ 21 വയസ്സുകാരനായ ധീരജിനെ ഒരൊറ്റ കുത്തു ചങ്കിനകത്ത് കുത്തി അദ്ദേഹത്തിനെ കൊന്നു തള്ളിയത്. ആ മനുഷ്യൻ ഇപ്പോൾ കോൺഗ്രസിന്റെ വേദികളിലും ഈ ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ വേദികളിൽ പങ്കെടുക്കുകയും അവരുടെ വിവാഹത്തിലൊക്കെ പങ്കെടുക്കുകയും ഉപതെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന് എഴുന്നള്ളിച്ചു നടക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒന്നുമില്ലാത്തൊരു വേദന എന്തിനാണ് ഇയാൾക്ക് പരോൾ അനുവദിച്ചിലൂടെ വരുന്നത്? അപ്പൊ ഒരു വൺ സൈഡ് ആയിട്ടാണോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്? അത് വളരെ നിർകൃഷ്ടമായിട്ടുള്ള വിലയിരുത്തലല്ലേ. കേരളത്തിലെ ജനങ്ങള് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കത്തില്ല. കാരണം കൊടിസുനി എന്ന് പറയുന്ന ആളുടെ വ്യക്തമായിട്ട് ആളെ ന്യായീകരിക്കാനല്ല ഞാൻ ചർച്ച ചെയ്തിരിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ. അങ്ങ് പറഞ്ഞല്ലോ DGP ആണല്ലോ തീരുമാനിക്കേണ്ടത് നല്ല നടപ്പുണ്ടോ എന്നുള്ള കാര്യം. നമുക്കറിയാവുന്ന ചില കാര്യങ്ങളില്ലേ? 2018 ഇയാൾക്ക് പരോൾ അനുവദിക്കുമ്പോൾ അയാൾ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട വയനാട് സ്വദേശി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ പ്രതിയല്ലേ? ഇയാൾ ജയിലിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിന്റെ പേരിൽ കേസില്ലേ? ഇയാൾ ഗ്രൂപ്പിൽ സഹതടവുകാരെ സംഘം ചേർന്ന് മർദ്ദിച്ചതിന്റെ പേരിൽ കേസില്ലേ? ജയിലിൽ ഇയാൾ അനധികൃതമായി ഫോൺ ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ ഇയാൾക്കെതിരെ കേസില്ലേ? നല്ല നടപ്പല്ലാത്തത് കൊണ്ടാണല്ലോ വിയൂർ ജയിലിൽ നിന്ന് വിയൂർ സെൻട്രൽ ജയിലിലേക്കും വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിന്നീട് തവനൂർ ജയിലിലേക്കും ഒക്കെ ഇയാളെ മാറ്റുന്നത്. അങ്ങനെ നല്ല നടപ്പില്ലെന്ന് ബോധ്യപ്പെട്ട ഒരാളെ വീണ്ടും ആ ചട്ടം ലംഘിച്ചുകൊണ്ട് പരോൾ അനുവദിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, തീർച്ചയായിട്ടും അത് ന്യായമായ ചോദ്യമാണ് ഡോക്ടർ അരുൺകുമാർ. കാരണം വെച്ചാല് മറുപടി ഇത്രയേ ഉള്ളൂ. 6 വർഷങ്ങൾക്ക് ശേഷം 6 വർഷത്തിനുള്ളിൽ ജയിലിൽ കിടന്നപ്പോൾ ആ ജയിലിൽ നല്ല നടപ്പുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, അത് ജയിൽ ഉദ്യോഗസ്ഥരാണ്, DGP ആണ് തീരുമാനിക്കേണ്ടത്. 6 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കുറിച്ച് ഈ രീതിയിലുള്ള പരാതികൾ വന്നിട്ടുണ്ട്. അയാളൊരു ക്രിമിനലാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ വൺ സൈഡ് ആയിട്ട് മാത്രമാണ് നീതി നിർണ്ണയിക്കുന്നത്. ഇപ്പൊ ഇന്ന് വന്ന വേറൊരു വാർത്തയുണ്ട്. നമ്മള് വെഞ്ഞാറമൂട് എന്നുള്ള സ്ഥലത്ത് ഒരു പെൺകുട്ടിയെ ഒരു MVD ഉദ്യോഗസ്ഥൻ കൊല ചെയ്തു. വിസ്മയ. ആ വിസ്മയ കൊല ചെയ്തതിന് വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന വ്യക്തിക്കും ഇതുപോലെ തന്നെ അയാളുടെ അമ്മയെ ശുശ്രൂഷിക്കുന്നതിനുള്ള അപേക്ഷ നൽകിയപ്പോൾ പരോൾ കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൊടിസുനിക്ക് കൊടുക്കുന്നതിന്റെ പരോൾ കൊടുത്തതിനെ നിങ്ങൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന CPM ആയിട്ടാ. ഇതിനകത്ത് CPM ആയിട്ടത്തെ ബന്ധിരിക്കുന്നത് അത് നിയമപരമായിട്ടുള്ള സാങ്കേതികതയിലാണ് നോക്കേണ്ടത്. ശരിയാണ്, സർക്കാരിന് ശുപാർശ ചെയ്യാനില്ലാതെ. ശരി, പക്ഷേ റിജി ലൂക്കോസ്, ഇന്ന് ഒരു BJP പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസിലെ ഒരു പ്രതിയുടെ വീട്ടിൽ ഇന്ന് ഗൃഹസന്ദർശനം നടത്തുകയും ആ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തതിൽ ഒരാൾ ഈ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന TP വധക്കേസിലെ ഒരു പ്രതിയാ. ഒപ്പം ഉണ്ടായിരുന്നത് P ജയരാജനും MV ജയരാജനുമാ. എന്ന് പറഞ്ഞാൽ TP വധക്കേസിലെ പ്രതികൾക്ക് പ്രിവിലേജുകൾ കിട്ടുന്നു എന്ന് മാത്രമല്ല, മുതിർന്ന CPM നേതാക്കൾക്കൊപ്പം ഗൃഹസന്ദർശന പരിപാടിയും ഗൃഹപ്രവേശന പരിപാടിയിലുമൊക്കെ പങ്കെടുത്തവർ വിലസുന്നുണ്ട്.
അല്ല, അത് വളരെ രസകരമായ ചോദ്യം. ആ ചോദ്യം ചോദിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഡോക്ടർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, കേരളത്തിൽ CPM-ന്റെ പ്രതി ചേർത്ത് അല്ലെങ്കിൽ CPM-ന് വേണ്ടിയിട്ട് CPM-ന് വേണ്ടിയിട്ടോ അല്ലാതെയോ, CPM-ന് വേണ്ടി അങ്ങനെ കൊലപാതകങ്ങൾ നടത്താറില്ല. അങ്ങനെയുള്ള ആളുകളെയൊക്കെ പുറത്തു വരുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇത്തരം ആൾക്കാർ പുറത്തു വരുമ്പോഴത്തേക്കും അവരെ സ്വീകരിക്കും. മനസാക്ഷി അനുസരിച്ച് അവർക്ക് എന്താ പശ്ചാത്താപം വരുവാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ അവരെ പരിഗണിക്കുന്നത് തെറ്റൊന്നുമില്ല. പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായ മുഹമ്മദ് ഷാഫിക്ക് മാനസിക പരിവർത്തനം വന്നുവെന്നാണോ ശ്രീ റെജി ലോക്കോസ് പറയുന്നത്? ഇവരൊക്കെ ഈ പരോളിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതല്ലേ? എന്നൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിലെ KPCC പ്രസിഡന്റ് K. സുധാകരൻ കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസിൽ കുറ്റവാളിയാണെന്നുള്ളത് കേരളം ഇന്നും ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് നിയമപരമായി ശിക്ഷിച്ചോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ വസ്തുതയാണ്. റെജി ലൂക്കോസ് മുന്നോട്ട് വയ്ക്കുന്നത്, ഇന്ന് വിസ്മയ കേസിൽ പ്രതി കിരൺ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പില്ലേ? പരോൾ അനുവദിക്കുന്നത് ചട്ടപ്രകാരമാണെങ്കിൽ കൊടും കുറ്റവാളികൾക്ക് വധശിക്ഷയൊഴികെ ബാക്കി ഏത് ശിക്ഷ വിധിക്കപ്പെട്ടാലും നിശ്ചിത പീരീഡുകളിൽ പരോൾ അനുവദിക്കുക എന്നുള്ളത് ജയിലിന്റെ ചട്ടമാണ്. ഇനി നല്ല നടപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്നതുവരെ നിരപരാധിയാണെന്ന് കണക്ക് കൂട്ടേണ്ടി വരും. പരോൾ കണക്കിലെടുക്കുമ്പോൾ അതുകൂടി കണക്കിലെടുക്കേണ്ടത് എന്നതാണ് ചോദ്യം. അത് തീരുമാനിക്കേണ്ടത് DGP അല്ലേ? അതിനെ നിങ്ങൾ CPM-മായി കണക്ട് ചെയ്യുന്നു? ശ്രീ അരുൺകുമാർ, റെജി ലൂക്കോസ് സാറിൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. DGP-യാണ് തീരുമാനിക്കേണ്ടത്. DGP-യെ തീരുമാനിക്കുന്നത് ആരാണ്? അത് ഈ ഗവൺമെൻറ്റാണ്. മനുഷ്യാവകാശ കമ്മീഷനാണ് കത്ത് ഫോർവേഡ് ചെയ്തത്. മനുഷ്യാവകാശ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് ആര് നോമിനേറ്റ് ചെയ്യുന്നതാണ്? അത് ഈ ഗവൺമെൻറ്റാണ്. ഇതൊന്നും അറിയാത്ത ആളുകളല്ലല്ലോ ശ്രീ അരുൺകുമാർ മലയാളികൾ. ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വെറുതെ ന്യായീകരിച്ച് മെഴുകുക എന്നല്ലാതെ മലയാളിക്ക് മുൻപിൽ ഈ വിഷയത്തെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ് ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും മിനിമം മര്യാദ നിങ്ങൾ അതാണ് കാണിക്കണം. ഏറ്റവും മിനിമം മര്യാദ കാണിക്കണം അതാണ്. ഷാഫി ഗുഡ് സർട്ടിഫിക്കറ്റ്, ഷാഫി ആകെ മാറിപ്പോയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. എന്നാലോ ഈ കൊടിസുനിക്ക് നന്നാവാനുള്ള അവസരം കൊടുക്കണം, അതിന് അദ്ദേഹത്തെ പുറത്തിറക്കുകയാണ്. എന്ത് ദുർബലമായ വാദം. ഞാൻ പറയുന്നത്, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇദ്ദേഹത്തിന് പരോൾ കൊടുത്തിട്ടുള്ളത്? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? നിയമത്തെ പരസ്യമായി ലംഘിച്ചുകൊണ്ടാണ്. അത് റെജി ലൂക്കോസിന് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ? നമ്മുടെ മുമ്പിൽ രാജ്യത്തിൻ്റെ പ്രിസണേഴ്സിൻ്റെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതിൽ പറയുന്നുണ്ടല്ലോ ആർക്കാണ് ഇത്തരത്തിൽ ഇടക്കാല ഈ പറയുന്ന രൂപത്തിലേക്ക് കൊടുക്കേണ്ടത്, എങ്ങനത്തെ ആളുകളായിരിക്കണം. അത് വളരെ കൃത്യമായി എഴുതി, വെൽ ബിഹേവിഡ് ആയിരിക്കണം, അതിൽ തർക്കമില്ല. അതാണ് എന്ന അഭിപ്രായം റെജി ലൂക്കോസിനുണ്ടോ? ഞാൻ ചോദിക്കാൻ, ഇദ്ദേഹം ഇത്തരത്തിൽ പുറത്തിറങ്ങാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു മാസം ഇനി കൊടുക്കുമ്പോൾ തന്നെ ശ്രീ അരുൺകുമാർ ഒരു മര്യാദയൊക്കെ വേണ്ടേ? മലയാളികളല്ലേ ഇത്? അമ്മയെ കാണാനുള്ള വലിയ സങ്കടം കൊണ്ടാണ് ഇദ്ദേഹം ഇറങ്ങുന്നത്. എല്ലാവരുടെ ശ്രീ അരുൺകുമാർ എല്ലാവരുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. ഒരു തർക്കവും അതിലില്ല. ഇനി എല്ലാ സമയത്തും ഈ TP വധക്കേസ് ഉൾപ്പെടെ CPM നടത്തുന്ന കൊലക്കേസുകൾ എടുത്താൽ, നേരത്തെ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, സുധാകരൻ ഒരു കേസിൽ പ്രതിയായിരുന്നു, ശിക്ഷിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇത് എല്ലാ കാലത്തും CPM നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാദമാണ്. 2024 ഇന്ന് ഈ ഡിസംബർ മാസം 31-ാം തീയതി ഒരാളെ CPM കൊന്നാലും അവർ പറയുക 947 സ്വാതന്ത്ര്യത്തിന്റെ തലേ ദിവസം കോൺഗ്രസ് ഒരാളെ കൊന്നിരുന്നു അല്ലെങ്കിൽ ലീഗ് ഒരാളെ കൊന്നിരുന്നു എന്ന ന്യായ പറയുക. എത്ര കാലം ഈ ന്യായം പറഞ്ഞ് ഈ മലയാളിക്ക് മുമ്പിൽ നിങ്ങൾ പിടിച്ചു നിൽക്കും? ഇനി നിങ്ങൾ എത്ര പേരെ കൊന്നാലാണ് നിങ്ങൾക്ക് ഈ കോൺഗ്രസിനോ ലീഗുമായോ എന്ന ഒരു ചട്ടത്തെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ പരോൾ അനുവദിക്കുമ്പോൾ അത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ CPM-ന് ഭയമാണ് TP വധക്കേസ് പ്രതികളെ. അവർ എന്തെങ്കിലും ഒന്ന് മുഴിഞ്ഞാൽ അതിൽ വരാൻ പോകുന്നത് ഉന്നത ഗൂഢാലോചനയാണ്. അതുകൊണ്ടാണ് ഈ TP കേസ് പ്രതികൾക്ക് അകമഴിഞ്ഞ സഹായം നൽകുന്നത്. 4 പ്രതികളുടെ ശിക്ഷാ ഇളവ് ഒടുവിൽ സുപ്രീം കോടതി തന്നെ ഇടപെട്ട് തടഞ്ഞില്ലേ? ആ വിധിയിലേക്ക് പോകുന്നതിനുള്ള കാരണം അവസാനം വരെയും കുഞ്ഞനന്തലിന്റെ കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചിരുന്ന നിലപാടെന്താ? ഈ വിഷയങ്ങളിലൊക്കെ പാർട്ടി സ്വീകരിക്കുന്ന നിലപാട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഭയന്നാണെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. റെജി ലൂക്കോസ്. അല്ല ഡോക്ടർ, അതിനു മുമ്പായിട്ട് എനിക്ക് പ്രിയപ്പെട്ട PK ദാസിനോട് ഒരു ഒറ്റക്കാര്യം ചോദിക്കാനുണ്ട്. നാദാപുരത്ത് ഈ മുസ്ലിം ലീഗിന്റെ 6 പ്രവർത്തകര് 18 വയസ്സുകാരനായ ഒരു പയ്യനെ DYFI പ്രവർത്തനാന്നുള്ള ഒറ്റ തെറ്റിന്റെ പേരിൽ പെരുവഴിയിലിട്ട് കൊന്നുതള്ളി. അതിൽ ഇല്യാസ് എന്ന് പറയുന്ന ഒരു പ്രതിയെ ഇതുവരെ പിടിച്ചിട്ടില്ല. ഈ ബാക്കി 5 പേര് ജീവപര്യന്ത ശിക്ഷയിലാണ്. അവരിൽ എത്ര പേർക്ക് പരോള് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നവാസിന് അറിയാവുന്നത് എനിക്കറിയാം. നവാസ് ഒന്ന് അന്വേഷിച്ച് നോക്കിയേ. അവരെ നിങ്ങൾ എന്തിനാണ്, അപ്പൊ എന്ത് ധാർമ്മികത പേരിലാണ് PK ദാസ് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ നിങ്ങൾക്കൊരു നീതിയും അല്ലാത്തവർക്കെല്ലാം വേറെ രീതിയാണ്. മനസ്സിലാക്കേണ്ട അവസ്ഥ അല്ല. ഞാൻ പൂർത്തിരിക്കട്ടെ. നവാസ് ആദ്യമായിട്ട് ഇന്ത്യൻ നിയമം റെജി ലൂക്കോസ് അങ്ങ് പറയുന്നത് അങ്ങ് അല്ല, ഞാൻ പൂർത്തിരിക്കട്ടെ. ഇത് ജോയിൻ ചെയ്യാൻ ആവശ്യമായി. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ ധാർമ്മികത, നിങ്ങൾ വൺ സൈഡ് ആയിട്ടാണ് ധാർമ്മികത.
അപ്പൊ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നത്? നവാസിനെ പോലെ ഒരു സുഹൃത്ത് ഇത് പറയുമ്പോഴത്തേക്കും കേരളത്തിലെ കൊലപാതകങ്ങളുടെ ചരിത്രം കൂടെ പഠിച്ചിട്ട് വേണം. ജയിൽ നിയമങ്ങൾ താങ്കളത് വായിക്കണം. ഞാനത് മുഴുവൻ വായിച്ചിട്ടാണ് ഇപ്പൊ ഇത് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ വായിക്കാറുണ്ട്. താങ്കൾ വായിച്ചിട്ടുള്ളത് എനിക്ക് വളരെ വ്യക്തമാണ്. കാരണം താങ്കൾ നന്നായിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. ഡോക്ടർ അരുൺ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഞാൻ അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതല്ല, കേരളത്തിലെ CPM മാത്രം ഒരു വൺ സൈഡ് കോടതിയോട് വിചാരണ ചെയ്യുകയും ഈ പറയുന്ന ലീഗിനെ UDF ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്, ഞാനും അത് കേട്ടിരുന്നു അദ്ദേഹത്തിന് ബൈറ്റ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഈ CPM ഭയമാണത്. CPM ഭയപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ആ പേര് ഉപയോഗിക്കേണ്ട ഒരു കാര്യം പറയാം. അദ്ദേഹം ഒരു മാസം മുമ്പ് എറണാകുളത്തെ ഒരു സ്ഥലത്ത് ഒരു കടപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു പ്രസംഗം നടത്തി. ആ പറഞ്ഞതിന്റെ 16 ദിവസങ്ങൾക്ക് ശേഷം ലീഗ് വരട്ടിപ്പോൾ അദ്ദേഹം നേരെ തിരിച്ചു പറഞ്ഞു. എനിക്ക് സമയത്തിന് പരിമിതിയുള്ളത് 20 സെക്കൻഡ് മാത്രം പി കെ നവാസ് മറുപടി. 20 സെക്കൻഡേ സമയമുള്ളൂ. എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഡോക്ടർ സമയം തരണം. ഡോക്ടർ അരുൺ റിപ്പോർട്ടർ ചാനലുമായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ കൊലപാതകങ്ങളുടെ പാഠപുസ്തകം എടുത്ത് റെജി ലൂക്കോസ് നമ്മളൊരു ചർച്ചയ്ക്കിരിക്കാം. കേരളത്തിന്റെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഗൂഢാലോചന Debate with Dr. Arun Kumar.